ഹായ് ഓൾ, വെൽക്കം ടു എൻലേൺ അക്കാഡമി. നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് CUT UG ഐക്കറിന്റെ തേർഡ് റൗണ്ട് ഓഫ് അഡ്മിഷൻ സീറ്റ് അലൊക്കേഷൻ വന്നിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള അപ്ഡേറ്റ്സ് കാര്യങ്ങളൊക്കെയാണ്. നിങ്ങളൊരു CUT UG ഐക്കർ ആസ്പിറന്റ് ആണെങ്കിൽ, ഐക്കർ UG 2026 അപ്ലൈ ചെയ്തിട്ടുള്ളവരാണെങ്കിൽ ഈ വീഡിയോ നിർബന്ധമായും കാണുക. നമ്മുടെ ഹെൽപ്പ് ഡെസ്ക് കാര്യങ്ങളൊക്കെ നമ്മൾ കമന്റ് ബോക്സിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് അതിൽ ഐക്കറിന്റെ അഡ്മിഷന്റെ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുള്ള സെപ്പറേറ്റ് ആയി സെലക്ടഡ് കാൻഡിഡേറ്റ്സ് ഗ്രൂപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിലൊക്കെ ജോയിൻ ചെയ്യാം. നിങ്ങൾ അഡ്മിഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ നമുക്ക് ഇതിന്റെ തേർഡ് റൗണ്ടിലെ അഡ്മിഷൻ പ്രൊസീജിയറുമായി ബന്ധപ്പെട്ട് പ്രധാനമായും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അതുപോലെ തന്നെ ഡേറ്റ്സ് കാര്യങ്ങൾ, ടൈം കാര്യങ്ങളൊക്കെ ആദ്യം നോക്കാം. ശേഷം നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് പോവാം. ബേസിക്കലി നമ്മളുടെ ഇപ്പോൾ ഈ തേർഡ് റൗണ്ട് ഓഫ് അഡ്മിഷനിൽ വന്നിട്ടുള്ളത് വെച്ചാൽ സീറ്റ് അലൊക്കേഷൻ ആണ്, സീറ്റ് അലോട്ട്മെന്റ് ആണ് വന്നിട്ടുള്ളത്, തേർഡ് റൗണ്ടിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതുവരെ കിട്ടിയിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവരുടെ തേർഡ് റൗണ്ടിൽ അവർക്ക് എവിടെയൊക്കെയാണ് അപ്ഗ്രേഡ് ആയിട്ടുള്ളത്, അപ്ഗ്രേഡേഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് വന്നിട്ടുണ്ടാവും. അത് അല്ലാന്നുണ്ടെങ്കിൽ ഇതുവരെ കിട്ടാത്തവരാണെന്നുണ്ടെങ്കിൽ അവരുടെ നിലവിൽ ഏതെങ്കിലും യൂണിവേഴ്സിറ്റി കിട്ടിയിട്ടുണ്ടോ സാധനങ്ങളായിരിക്കും വന്നിട്ടുണ്ടാവുക. അപ്പൊ അതിന്റെ സീറ്റ് അലോട്ട്മെന്റ്, അതുപോലെ തന്നെ ഓൺലൈൻ റെസ്പോൺസ് ടു ക്വയറീസ് ബൈ യൂണിവേഴ്സിറ്റീസ്, നമ്മളുടെ അപ്ലിക്കേഷനുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് കാര്യങ്ങൾ, അതുപോലെ തന്നെ നമ്മുടെ ഡോക്യുമെന്റ് ഏതെങ്കിലും എന്താ പറയുക റീസബ്മിഷൻ ഉണ്ടെന്നുണ്ടെങ്കിലൊക്കെ, അതുപോലെ തന്നെ നമ്മുടെ ഫീസ് അക്സെപ്റ്റൻസ് ഒക്കെ ഇതൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്, അതുപോലെ തന്നെ പ്രൊവിഷണൽ അഡ്മിഷൻ ലെറ്റർ ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് 10th August 2026 മൺഡേ ആണ്. 11 മണി മുതലാണ്. ഇന്ന് 11 മണി മുതൽ അത് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. നിങ്ങളുടെ ആപ്ലിക്കേഷൻ പോർട്ടലിൽ ലോഗിൻ ചെയ്ത് നോക്കി നിങ്ങൾക്ക് അത് കാണാൻ വേണ്ടി പറ്റും, കിട്ടിയിട്ടുണ്ടോ, അപ്ഗ്രേഡ് ആയിട്ടുണ്ടോ, കിട്ടിയിട്ടില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ. പിന്നെ വരുന്നത് നമ്മളുടെ ഈ ഡോക്യുമെന്റ് കാര്യങ്ങളൊക്കെ വെരിഫൈ ചെയ്യുന്ന കാര്യമാണ്. അത് 11/8/2026 ചൊവ്വാഴ്ച 2 മണി വരെയാണ് ഉള്ളത്. ഉച്ചക്ക് 2 മണി വരെ നമ്മുടെ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യും. നിങ്ങളുടെ ഡോക്യുമെന്റ്സ് ഒക്കെ കറക്റ്റ് ഉണ്ടെന്ന് ചെക്ക് ചെയ്യുക. ഏതെങ്കിലും ഡോക്യുമെന്റ് റിജക്റ്റ് ആയി പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ അഡ്മിഷൻ എന്താ പറയുക ക്യാൻസൽ ആയി പോകും. റിജക്റ്റ് ആയാൽ നിങ്ങൾക്ക് അത് അപ്ഡേറ്റ് ചെയ്യാൻ സമയം തരും അവർ. എന്നിട്ട് നിങ്ങൾ അത് അപ്ലോഡ് ചെയ്യില്ലെങ്കിൽ അഡ്മിഷൻ തന്നെ ക്യാൻസൽ ആയി പോകും. അപ്പോൾ ആ ഒരു ഡോക്യുമെന്റ്സ് കാര്യങ്ങളൊക്കെ റിജക്ഷൻ വന്നാൽ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, റീ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. കറക്റ്റ് ആയിട്ടുള്ള ഡോക്യുമെന്റ്സ് ഒക്കെ അതൊക്കെ ശരിയാക്കാൻ വേണ്ടി നോക്കുക. പിന്നെ ഉള്ളത് എൻഡ് ഓഫ് റീ സബ്മിഷൻ ഓഫ് ഡോക്യുമെന്റ്സ് ബൈ കാൻഡിഡേറ്റ്സ് ആൻഡ് എൻഡ് ഓഫ് വെരിഫിക്കേഷൻ ഓഫ് റീ സബ്മിറ്റഡ് ഡോക്യുമെന്റ്സ്. നിങ്ങളൊരു ഡോക്യുമെന്റ് തള്ളിപ്പോയി, അത് നിങ്ങൾ ഒന്നുകൂടെ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു, നിങ്ങൾ അപ്ലോഡ് ചെയ്തു, പിന്നെ റിജക്റ്റ് ആയി, പിന്നെ നിങ്ങൾക്ക് അവിടെ അപ്ലോഡ് ചെയ്യാനുള്ള സമയം തന്നു. അപ്പോൾ ആ ഒരു സമയമാണെന്ന് പറയുന്നത് 5 മണി വരെയാണ്. 11th August 2026 5 മണി വരെ, ട്യൂസ്ഡേ 5 മണി വരെയാണ് അതിന്റെ സമയം എന്ന് പറയുന്നത്. അപ്പോൾ ആ സമയത്തിനുള്ളിൽ നിങ്ങൾ ആ ഡോക്യുമെന്റ് വെരിഫൈ ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യുക, കറക്റ്റ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് എന്താ പറയുക, നിങ്ങളുടെ ഡോക്യുമെന്റ് എപ്പോഴാണ് വെരിഫൈ ആവുന്നത് ആ സമയത്ത് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ അഡ്മിഷൻ ഫീ അടക്കാനുള്ള ഇത് ഓപ്ഷൻ വരും. അപ്പോൾ ആര് സീറ്റ് അക്സെപ്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഫീ പേയ്മെന്റ് ചെയ്യാം. അതുപോലെ തന്നെ സീറ്റ് ഓക്കെ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ഗ്രേഡേഷൻ കൊടുക്കാം, അല്ലെങ്കിൽ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ അത് അഡ്മിറ്റ് ചെയ്തിട്ട് ഓക്കെ ചെയ്യാം. അപ്പോൾ അതിന്റെ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അടുത്തതിൽ പറയാം, സ്ലൈഡിൽ പറയാം. അപ്പൊ ഇതാണ് ബേസിക് ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഇമ്പോർട്ടന്റ് ഡേറ്റ്സ് എന്ന് പറയുന്നത്. നമുക്ക് അടുത്തതിലേക്ക് പോവാം. അപ്പൊ ഇതാണ് നമുക്കിപ്പോൾ ഓൾറെഡി നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടി, ഫസ്റ്റ് റൗണ്ടിൽ, സെക്കൻഡ് റൗണ്ടിൽ, തേർഡ് റൗണ്ടിൽ കിട്ടിയിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ആയിരിക്കും വരിക. ഈ ഒരു രീതിയിലായിരിക്കും. തേർഡ് റൗണ്ടിൽ നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങളുടെ തേർഡ് ഓപ്ഷൻ ആയിട്ടുള്ള കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി ഉദാഹരണം കിട്ടിയിട്ടുണ്ട് വിചാരിക്കും. അപ്പോൾ ഇത് ജസ്റ്റ് ഒരു മോഡൽ വെച്ചതാണ്, നിങ്ങളത് നോക്കണ്ട. ഇതിൽ നിങ്ങൾ ഓപ്ഷൻ ആയിട്ടുള്ള കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ ആ കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒരു ഓപ്ഷൻ ആയിരിക്കും നിങ്ങൾക്ക് വരാം. നിങ്ങൾക്ക് ഈ പേ ഓൺലൈൻ എന്നുള്ള ഓപ്ഷൻ ചിലപ്പോൾ നിങ്ങളുടെ ഡോക്യുമെന്റ് വെരിഫൈഡ് ആയിട്ടില്ലെങ്കിൽ വരും. ഇനിയിപ്പോൾ മെയിൽ ആയിട്ട് വരും, ഡോക്യുമെന്റ് വെരിഫൈ ആയിട്ടുണ്ട്, പേയ്മെന്റ് ഓപ്ഷൻ ചെയ്യാൻ വേണ്ടി. ഇല്ലെങ്കിൽ അത് വരില്ല, ഡയറക്ട്ലി പേയ്മെന്റ് ഓപ്ഷൻ വരും ഡോക്യുമെന്റ് വെരിഫൈ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ. പിന്നെ ഇത് പേയ്മെന്റ് ഓപ്ഷൻ വന്നിട്ടില്ല എന്നാണ്, നിങ്ങളൊന്ന് മെയിലൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക. ചിലപ്പോൾ നിങ്ങളുടെ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ റിജക്ഷൻ ആയിട്ടുണ്ടായിരിക്കും, ഇല്ലെങ്കിൽ കുറച്ച് ടൈം എടുത്തിട്ടാണെങ്കിൽ അത് വരും. ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കുക. അതിനുശേഷം ഇങ്ങനെ ആയിരിക്കും വരാം. ഇനിയിപ്പോൾ എവിടെ ഫസ്റ്റ് ആയിട്ട് തേർഡ് റൗണ്ടിലാണ് ആദ്യമായിട്ട് കിട്ടുന്നതുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് തേർഡ് റൗണ്ട് എന്ന് എഴുതിയിട്ട് BSc ഹോണേഴ്സ് അഗ്രികൾച്ചർ, ഏതാണ് യൂണിവേഴ്സിറ്റി കിട്ടിയ യൂണിവേഴ്സിറ്റി, അലോട്ട്മെന്റ് ലെറ്റർ, പിന്നെ ഇങ്ങനെ 2 ബോക്സ് കാണും. ചിലപ്പോൾ ഡോക്യുമെന്റ് വെരിഫൈ ആയാലും പേ ഓൺലൈൻ ഓപ്ഷൻ കാണിക്കും, റിമാർക്സ് എന്നുള്ള ഓപ്ഷനൊക്കെ കാണിക്കും. അപ്പോൾ ഇത് മാത്രമായിരിക്കും തേർഡ് റൗണ്ടിലാണ് നിങ്ങൾ ആദ്യമായിട്ട് നിങ്ങൾക്ക് സീറ്റ് കിട്ടുന്നുണ്ടെങ്കിൽ ഈ ഒരു ബോക്സ് മാത്രമായിരിക്കും ഉണ്ടായിരിക്കുക. ഫസ്റ്റിലും സെക്കൻഡിലൊക്കെ തേർഡിലൊക്കെ കിട്ടിയിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ 3 ഓപ്ഷൻസ് നിങ്ങൾക്ക് വരും. മനസ്സിലായില്ലേ? ഇതാണ് ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള. അപ്പോൾ ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ കറക്റ്റായി ശ്രദ്ധിച്ച് വെക്കുക. അതുപോലെ തന്നെ അലോട്ട്മെന്റ് ലെറ്റർ കാര്യങ്ങളൊക്കെ ഡൗൺലോഡ് ചെയ്ത് വെക്കുക. ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമ്മൾ നെക്സ്റ്റ് സ്ലൈഡിലേക്ക് പോകണം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് കിട്ടി നിങ്ങൾക്ക് ഇത് പേയ്മെന്റ് ചെയ്യുന്നതിന് മുമ്പ് ഒന്നെങ്കിൽ ചില യൂണിവേഴ്സിറ്റികളൊക്കെ പേയ്മെന്റ് ചെയ്യുന്ന മുമ്പ് തന്നെ നമുക്ക് റിമാർക്സ് സെലക്ട് ചെയ്യാൻ വേണ്ടി പറ്റും, അവിടെ അഡ്മിറ്റ് ചെയ്യണോ അല്ല അപ്ഗ്രേഡേഷൻ കൊടുക്കണോ എന്നുള്ളത്. ചില ആൾക്കാർക്ക് പേയ്മെന്റ് ചെയ്തതിനു ശേഷമായിരിക്കും ആ ഒരു ഓപ്ഷൻ ഇരിക്കുക. അപ്പോൾ അല്ലാന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല, ഓക്കെ ആണ്. അപ്പോൾ ഇങ്ങനെ സെലക്ട് റിമാർക്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ അഡ്മിറ്റ് എന്നുള്ള ഓപ്ഷൻ ഉണ്ടാകും, അപ്ഗ്രേഡേഷൻ റിക്വസ്റ്റ് ഉണ്ടാകും. അഡ്മിറ്റ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ സീറ്റ് ഓക്കെ ആണ്, നിങ്ങൾ കൺഫേം ആണ്, നിങ്ങൾക്ക് ആ ഒരു സീറ്റ് ഓക്കെ ആണെന്നുള്ളതാണ്. ഇനിയിപ്പോൾ അപ്ഗ്രേഡേഷൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് വേണ്ട, മുകളിലുള്ള നിങ്ങളുടെ മുകളിലുള്ള ഓപ്ഷൻസ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അപ്ഗ്രേഡേഷൻ റിക്വസ്റ്റ് കൊടുക്കാം. അപ്പോൾ അത് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ അങ്ങനെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇങ്ങനെ ഉണ്ടാവും, നിങ്ങൾ താൽക്കാലികമായിട്ട് അവിടെ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്, പിന്നെ അപ്ഗ്രേഡേഷൻ കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ പ്രൊവിഷണലി അഡ്മിറ്റഡ് ബൈ യൂണിവേഴ്സിറ്റി വിത്ത് അപ്ഗ്രേഡേഷൻ റിക്വസ്റ്റ് എന്നുള്ള സാധനമായിരിക്കും വരാം. നിങ്ങൾക്ക് ഇവിടെ ആക്ഷൻ കാണുന്നുണ്ട്, ചേഞ്ച് സ്റ്റാറ്റസ്.
ഇപ്പൊ നിങ്ങൾക്ക് വേണ്ട, നിങ്ങൾക്ക് അപ്ഗ്രേഡേഷൻ കൊടുക്കണ്ട, ഇവിടെ തന്നെ ഓക്കെ ആണ്, നിങ്ങളുടെ മനസ്സ് മാറി പെട്ടെന്ന്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ചേഞ്ച് സ്റ്റാറ്റസ് ക്ലിക്ക് ചെയ്തിട്ട് അഡ്മിറ്റ് എന്ത് ഇപ്പൊ കിട്ടിയിട്ടുള്ള യൂണിവേഴ്സിറ്റി അഡ്മിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുക്കാം. എനിക്ക് ഈ കംപ്ലീറ്റ് അപ്ലിക്കേഷൻ പ്രോസസ്സ് തന്നെ പുറത്തായി പോകണം, കംപ്ലീറ്റ്ലി ഔട്ടായി പോകണമെന്നുണ്ടെങ്കിൽ വേണ്ട, നിങ്ങൾക്ക് ഈ കൗൺസിലിംഗ് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ഇതിൽ അഡ്മിഷനെ വേണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിഡ്രോവൽ ക്യാൻസലേഷൻ അഡ്മിഷൻ റിക്വസ്റ്റ് കൊടുക്കുക, ക്യാൻസൽ ചെയ്യുക. നിങ്ങളുടെ നിങ്ങൾ അടച്ച ഫീസ് കംപ്ലീറ്റ്ലി എന്താ പറയാ റീഫണ്ട് ആയിട്ട് കിട്ടുന്നതായിരിക്കും. കംപ്ലീറ്റ്ലി പ്രോസസ്സ് നിങ്ങൾ ഔട്ടായി പോകും, മനസ്സിലായില്ലേ? അപ്പൊ ഈ ഒരു കാര്യം ശ്രദ്ധിക്കാം. ഇതാണ് ബേസിക് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. എനിക്ക് ഇനി എവിടെയും കിട്ടിയിട്ടില്ല, എവിടെ കിട്ടാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നെക്സ്റ്റ് റൗണ്ടിലേക്ക് വെയിറ്റ് ചെയ്യുക. ഫോർത്ത് റൗണ്ട് കൂടിയുണ്ട്, അതിലും കിട്ടിയിട്ടില്ല, നമുക്ക് മൂവ് അപ്പ് റൗണ്ട് കൂടിയുണ്ട്. അപ്പോൾ അതിൽ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. കിട്ടാത്തവരാണെന്നുണ്ടെങ്കിൽ അതിൽ കുഴപ്പമൊന്നുമില്ല, നമുക്ക് നെക്സ്റ്റ് റൗണ്ടിലേക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം കിട്ടുന്നോ ഇല്ല എന്നുള്ളത്. അപ്പോൾ ഇതാണ് ബേസിക് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. ഇനി അപ്ഗ്രേഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഉദാഹരണം കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി ആണ് കിട്ടിയത്. അപ്പോൾ നിങ്ങൾക്ക് പഞ്ചാബ് അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി ആണ് വേണ്ടത് വിചാരിക്കുക. അപ്ഗ്രേഡേഷൻ കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് പഞ്ചാബ് കിട്ടൂല, കാരണം നിങ്ങളുടെ അത് താഴെയുള്ള ഓപ്ഷനാണ്. അപ്ഗ്രേഡേഷൻ സമയത്ത് എപ്പോഴും മുകളിലുള്ള ഓപ്ഷൻസിലേക്ക് കിട്ടുള്ളൂ. ഇനി നിങ്ങൾക്ക് അപ്ഗ്രേഡേഷൻ കൊടുത്ത് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ BHU അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി ആയിരിക്കും നിങ്ങളുടെ മുകളിലുള്ള ഏതാണ് ഓപ്ഷൻ, ആ ഓപ്ഷൻ ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നുണ്ടായിരിക്കുക. താഴേക്കുള്ള ഓപ്ഷൻസ് എല്ലാം അപ്ഗ്രേഡേഷൻ കൊടുക്കുമ്പോൾ കിട്ടാം. ഇതാണ് ബേസിക് ആയിട്ട് ഇതുമായി ബന്ധപ്പെട്ട് അറിയാനുള്ള പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. നമ്മൾ മുമ്പ് ഈ വീഡിയോസ് ഒക്കെ ചെയ്തിരുന്നതുമായി പിന്നെ ഒന്നുകൂടെ നിങ്ങൾക്ക് ഡൗട്ട്സ് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചെയ്തത്. അപ്പോൾ നിങ്ങളുടെ ഏതെങ്കിലും ഡോക്യുമെന്റ്സ് ഒക്കെ കറക്റ്റ് ആയിട്ടുണ്ടോ നോക്കുക, ആ ഡോക്യുമെന്റ്സ് റിജക്ഷൻ വരാതിരിക്കാൻ വേണ്ടി നോക്കുക. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളുടെ ഐക്കർ UG കൗൺസിലിംഗുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട തേർഡ് റൗണ്ടിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സ് ഐക്കർ UG എഴുതിയിട്ടുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ അവർക്കും ഈ ഒരു വീഡിയോ അയച്ചു കൊടുക്കുക. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. നമ്മളുടെ കൗൺസിലിംഗ് ഗ്രൂപ്പ് കാര്യങ്ങളൊക്കെ കമന്റ് ബോക്സിൽ കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് അതിൽ ജോയിൻ ചെയ്യാം. അതിൽ ജോയിൻ ചെയ്ത് നിങ്ങൾക്ക് ഏത് യൂണിവേഴ്സിറ്റി കിട്ടിയതാക്കിയാൽ നമ്മൾ അതുമായി ബന്ധപ്പെട്ട സീനിയേഴ്സ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കണക്ട് ചെയ്ത് തരാം. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ. എനിവേ ബൈ.